മിസ്സസ് ജോബിൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി? എടോ, തന്നോടാ ചോദിച്ചത്. സോറി, ഞാൻ കേട്ടില്ല. താനെന്തെങ്ങനെ ബലം പിടിച്ചിരിക്കുന്നേ? നിങ്ങൾ ഭയങ്കര സീരിയസ് ആയി സംസാരിക്കുന്നിടത്ത് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഓ അങ്ങനെ. ഉത്തമ കുടുംബിനിയുടെ റോളിലാണല്ലോ മാഡം. ഡോക്ടറെ, ഇവളിപ്പോഴേ വെറുപ്പിക്കല് തുടങ്ങിയല്ലോ. താൻ പറഞ്ഞത് ശരിയാ. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്നോ മറ്റോ ഒരു സെയിങ്ങില്ലേ, അതുപോലെയായി നമ്മുടെ കാര്യം. ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ ആവോ. വീട്ടിലേക്കുള്ള ടേണിംഗ് കഴിഞ്ഞു. ഓ ഗോഡ്, സംസാരിച്ചിരുന്നതിനിടയിൽ ഞാനത് ഓർത്തില്ല. തനിക്ക് നേരത്തെ പറയാറുന്നില്ലേ മാളു? അതിന് ഡോക്ടർ ആദ്യമായിട്ടല്ലല്ലോ വീട്ടിൽ വരുന്നത്. ഞാൻ കരുതി ഡോക്ടർക്ക് ഓർമ്മ ഉണ്ടാവുന്നു. സാരില്ല, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇവിടുന്ന് നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. ഏയ് മാളു, മാളു, മാളു നിക്ക് നിക്ക്, ഞാൻ വീട് കൊണ്ടാക്കാം. വേണ്ട, ഞാൻ നടന്നോളാം. ഡോക്ടർ ലഞ്ചിനിങ് എത്തില്ലേ? ഷോ. ഡോക്ടറെ ഡ്രൈവറാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ മുന്നിൽ കയറാം. അല്ല, നീ എന്താ മോളെ തനിച്ച്? ഡോക്ടർ എവിടെ? ഡോക്ടർ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. പോയെന്നോ? എങ്ങോട്ട്? അതെന്ത് ചോദ്യം മുത്തശ്ശി? ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാ പോവാ? അപ്പോ അവൻ ഇന്നും ഡ്യൂട്ടിക്ക് കയറാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റൽ കാര്യമില്ല മുത്തശ്ശി. അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്ന പോലെ ലീവ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അതെന്തു പറച്ചില്ല മാളു. ഡോക്ടർമാരെ കുറെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് പെണ്ണ് കെട്ടിയ ഡോക്ടർ നിന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അവരൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട്. ഇതുപോലൊരു പുതുമക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. മാളുവോ, നിങ്ങളെന്താ ലേറ്റ് ആയത്? ഇതുവരെ കാണാതായപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ജോബിനെന്തേടി? നീ പെടാപ്പാട് പെട്ടതൊക്കെ വെറുതെ ആയി അശ്വതി. കൊച്ചു തനിച്ചേ വന്നിട്ടുള്ളൂ. തനിച്ചോ? അതെന്താ മാളു, ജോബിനെന്താ വരാഞ്ഞേ? ഇവളെ തനിച്ച് പറഞ്ഞു വിട്ടിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി പോലും. പോണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോ ഈ വർഷത്തെ ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ? മുത്തശ്ശി പിണങ്ങണ്ട. ഹോസ്പിറ്റൽ അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ. അത് പിന്നെ പറയാനുണ്ടോ? നിന്റെ കെട്ടിയോൻ ചെന്നിട്ട് വേണമല്ലോ അവിടെ ചാകാൻ കിടക്കുന്നവർക്കൊക്കെ വായു ഗുളിക കൊടുത്ത് രക്ഷപ്പെടുത്താൻ. എന്റെ കൊച്ചേ, പറയുമ്പോ നിനക്ക് പിടിക്കില്ലായിരിക്കും. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. കെട്ടുകഴിഞ്ഞ പെണ്ണിനെയും കൊണ്ട് അവളുടെ വീട്ടിലൊന്ന് പോകുന്നതും വിരുന്നുണ്ണുന്നതും തങ്ങുന്നതും ഒക്കെ ഒരു നാട്ടു നടപ്പാ. അത് കൂലിപ്പണിക്കാർ മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ചെയ്യുന്ന കാര്യങ്ങളാ. അല്ലാതെ അവരാരും കെട്ടിയ പെണ്ണിനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ജോലിയെ ശരണമെന്നും പറഞ്ഞ് നടക്കുന്നവരല്ല. അങ്ങനെ നടക്കുന്നവരൊന്നും കല്യാണവും കുടുംബജീവിതവും ഒന്നും പറഞ്ഞ് ഇറങ്ങി തിരിക്കരുത്. അമ്മയൊന്ന് അടങ്ങ്. അവളിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പേ അതും ഇതും പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കണോ? ആ ചിന്ത ആദ്യം അവനാ വേണ്ടത്. കല്യാണമോ അവന്റെ പിടിവാശിക്കൊത്ത് നടത്തിക്കൊടുത്ത് നമ്മൾ നാണം കിട്ടും. അത് കഴിഞ്ഞുള്ള കാര്യത്തിനെങ്കിലും നമ്മുടെ കൊച്ചിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണമെന്നുള്ള ചിന്ത അവന്റെ ഭാഗത്ത് വേണ്ടേ അശ്വതി? എനിക്ക് അങ്ങനെ വലിയ സങ്കടമൊന്നും ഇല്ല മുത്തശ്ശി. മാളോ നിന്നെ അത് ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ നീ പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാൻ പോണേ.
എന്നാൽ നിന്റെ മനസ്സവൻ കാണാതെ പോയല്ലോ. പറയാതിരിക്കാൻ പറ്റില്ല ശ്രുതി. ഇതൊരുമാതിരി പുത്തരി കല്ല് കടിച്ചതുപോലെ ആയിപ്പോയി. നല്ലൊരു ദിവസമായിട്ട് നമ്മളൊക്കെ എന്തോരം ആശിച്ചു മോഹിച്ചു ഇരുന്നതാ. കല്യാണത്തിനോ സന്തോഷമായിട്ട് ഇവക്ക് ഒരലച്ചോറ് നമ്മുടെ കൂടി ഇരുന്ന് ഉണ്ണാൻ പറ്റിയോ? ആ സങ്കടം ഇന്നത്തോടെ മാറുമെന്ന് കരുതി സമാധാനിച്ചിരിക്കായിരുന്നു ഞാൻ. അതിപ്പോ ഇങ്ങനെയായി. മുത്തശ്ശി സങ്കടപ്പെടണ്ട. ലഞ്ചിന് സമയമാവുമ്പോഴേക്കും ഡോക്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെ ബുദ്ധിമുട്ടി ഇപ്പൊ എന്തിനാ വരുന്നത്? ആ സമയം കൂടെ അങ്ങ് ആശുപത്രിയിലെ രോഗികളെ നോക്കി ഇരുന്നോളാൻ പറ നിന്റെ കെട്ടിയോനോട്. അവിടെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടായിരിക്കും അമ്മേ, അല്ലെങ്കിൽ ജോബിന് അങ്ങനെ ചെയ്യില്ലല്ലോ. ഇനിയിപ്പോ അങ്ങനെ കരുതി സമാധാനിക്കാനല്ലേ നമുക്ക് പറ്റൂ. നമ്മൾ കാണിക്കാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ കാണിച്ചു. നമ്മൾ 3 പേരും കൂടി പോയി അവനെ അവന്റെ അമ്മയും വിരുന്നിന് ക്ഷണിച്ചില്ലേ? ടീച്ചർ വരില്ലെന്ന് നേരത്തെ പറഞ്ഞു. അത് അവരുടെ മര്യാദ. പക്ഷെ പെണ്ണിനെ മാത്രം നേരത്തെ പറഞ്ഞയച്ചിട്ട് ചെറുക്കൻ ഇല ഇടുമ്പോൾ മാത്രം വരുന്നത് എവിടുത്തെ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ എന്റെ ഭഗവതി. മോളുവാ, മുത്തശ്ശി അങ്ങനെയൊക്കെ പറയും. അതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട. അല്ലേലും ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ തല അവരുടെ കക്ഷത്തിലായി പോയില്ലേ? പാൽപ്പായസം ആണേലും പാവയ്ക്കാ നീരാണേലും ഇനി കടിച്ചിറക്കിയല്ലേ പറ്റൂ. മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ലമ്മേ. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും നീ അമ്മയോട് പറയേ. എന്തു പറ്റി? എന്തിനാ നീ കരഞ്ഞത്? ജോബിനുമായിട്ട് വഴക്കിട്ടോ? ഡോക്ടറായിട്ട് എനിക്കൊരു പ്രശ്നമില്ല അമ്മേ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എന്താന്ന് വെച്ചാ നീ ഒന്ന് തുറന്നു പറയേ. എന്താ ഇന്ന് അവിടെ ഉണ്ടായത്? എന്താ ജോബിന് ഇങ്ങോട്ട് വരാതെ നിന്നെ മാത്രം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അമ്മ പേടിക്കണ്ട. ഡോക്ടർ ഞാനും തമ്മിൽ ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. എന്നോട് പിണങ്ങിയിട്ടൊന്നുമല്ല ഡോക്ടർ ഇവിടെ കയറാതെ പോയതും. പിന്നെന്താ പ്രശ്നം? ഡെയ്സി ആന്റി വല്ലതും പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാര്യമെന്ന് പറയ്. നീ പറഞ്ഞാലല്ലേ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവൂ. എന്താണ് എന്റെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലമ്മേ. എന്റെ മനസ്സിന് കാര്യമായിട്ട് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. മാളു, എന്താ നീ പറയുന്നത്? ഒന്നുമില്ല, ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ചിലപ്പോ എന്റെ വെറും തോന്നലായിരിക്കാം. എന്റെ മനസ്സിലിപ്പോ ആവശ്യമില്ലാത്ത കുറെ സംശയങ്ങളും പേടിയൊക്കെയാ. അപ്പൊ എന്നെ കാണുമ്പോ അതൊക്കെ വല്ലാതെ ഇരട്ടിക്കുന്ന പോലെ. അപ്പു പിന്നെ വന്നിരുന്നോ അവിടെ? ഇന്ന് രാവിലെ വന്നിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയത്. ഡോക്ടർ അപ്പുവിന്റെ എന്തോ കാര്യത്തിന് വേണ്ടിയാ ഇവിടെ കയറാതെ അത്യാവശ്യമായിട്ട് പോയത്. അപ്പുവിന്റെ എന്ത് കാര്യത്തിന്? നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിക്കാതെ തന്നെ 2 പേർക്ക് എന്നോട് കാര്യം എന്താന്ന് പറയാറുന്നല്ലോ. അങ്ങനെ ഉണ്ടായില്ലെന്ന് മാത്രല്ല, എന്നിൽ നിന്നെന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു 2 പേരുടെയും പെരുമാറ്റം. അപ്പുവിന് വേണ്ടി ഏത് ഡോക്ടറെ കാണുന്ന കാര്യത്തിന് വേണ്ടിയാ രണ്ടാളും പോയിക്കുന്നെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ അവളുടെ സർജറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. പക്ഷെ അത് എന്നിൽ നിന്ന് എന്തിനാ അമ്മ മറച്ചു വെക്കുന്നത്? എനിക്കറിയാത്തൊന്നും അല്ലല്ലോ അപ്പുവിന്റെ കാര്യം. എന്താന്നറിയില്ല അമ്മേ. അപ്പുവിനെ ഇപ്പൊ നേരിൽ കാണുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവാൻ തുടങ്ങുന്നുണ്ട്. എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് പറഞ്ഞ കാര്യം മനസ്സൊന്ന് മായ്ച്ചു കളയാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല അമ്മേ. സത്യം അമ്മേ. അയ്യേ, ഇതാണോ നിന്റെ പ്രശ്നം? ഇത്രയും സില്ലിയായ ഒരു കാര്യത്തിനാണോ നീ ഇങ്ങനെ പേടിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ മാളു, ഏത് കല്യാണം നടന്നാലും ചെറുക്കനല്ല പെണ്ണിന്റെ കഴുത്തിൽ പൂർണ്ണമായും താലി ചേർത്ത് കെട്ടുന്നത്. അത് ചെറുക്കന്റെ സഹോദരിയാ, അല്ലെങ്കിൽ നാത്തുന്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ആയിരിക്കും. അതുപോലെയാണ് അപ്പു താലിച്ചരട് കെട്ടിയതെന്ന് നീ അങ്ങനെ തന്നെ അവളുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ ആ കാര്യം പറഞ്ഞ് അപ്പു നിന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. അമ്മ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ അവളെ അങ്ങനെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷേ അപ്പൊ അവള് പറഞ്ഞത് എന്താണെന്നറിയോ? നാത്തൂൻ സ്ഥാനം പെണ്ണുങ്ങൾക്കുള്ളതല്ലേ, അവൾ ആണാണല്ലോ ഒന്ന്. താലി കെട്ടിയത് പുരുഷനാണെങ്കിൽ ആ പെണ്ണ് അയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. അവളിത് സീരിയസ് ആയിട്ടാണോ നിന്നോട് പറഞ്ഞത്? പറഞ്ഞത് തമാശയായിട്ട് തന്നെയാ. പക്ഷെ അവളുടെ മട്ടും ഭാവമൊക്കെ വെച്ച് നോക്കുമ്പോ അതൊരു വെറും തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല.
ഇനി ഇതുപോലുള്ള വരട്ട് ന്യായങ്ങളായിട്ട് വന്നാ നീ അവക്ക് കണ്ണു പൊട്ടുന്ന തരത്തിലുള്ള വഴക്ക് കൊടുത്തേക്ക് മാളൂ. അതോടെ അവള് തമാശയൊക്കെ നിർത്തിക്കോളും. വേണ്ടി വന്ന ജോബിന്റെ അടുത്ത് പറയുന്നു പറഞ്ഞ് വരട്ടിയേക്കണം. അതോടെ അവളുടെ കുട്ടികളിയൊക്കെ നിന്നോളൂ. വേണ്ട അമ്മേ, അമ്മയോട് പറഞ്ഞെന്ന് കരുതി ഞാനിത് ആന്റിയോടും ഡോക്ടറോടൊന്നും പറയാൻ പോകുന്നില്ല. ചിലപ്പോ അമ്മ പറഞ്ഞതുപോലെ അപ്പോ ഇതൊക്കെ തമാശയ്ക്ക് പറയുന്നാവും. എന്റെ പേടി കൊണ്ട് എനിക്ക് അങ്ങനെ പലതും തോന്നുന്നായിരിക്കും. അതിന്റെ കൂടെ ഡോക്ടറും കൂടി ചിലപ്പോ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോഴാ ആകെ നിയന്ത്രണം വിട്ടുപോകുന്നത്. പോട്ടെ, നീ അതൊന്നും കാര്യമാക്കണ്ട. ഇതൊക്കെ ഒരു ഹോം സിക്നെസിന്റെ ഭാഗമായിട്ട് അങ്ങ് കൂട്ടിയാ മതി. ആ പിന്നെ മുത്തശ്ശി ചിലപ്പോ കുത്തിയും കിഴിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചെന്നിരിക്കും. മോൾ ഇതൊന്നും ഷെയർ ചെയ്യാൻ പോകണ്ട. പിന്നെ ഇതൊക്കെ കേട്ടാ അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് പ്രഷർ കയറ്റാൻ തുടങ്ങും. എന്തിനാ വെറുതെ അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്? നീ ഒന്ന് ഫ്രഷ് ആവ്. അപ്പോഴേക്കും മോക്ക് കുടിക്കാൻ അമ്മ എന്തെങ്കിലും എടുക്കാം. പിന്നെ ജോബിന് ലഞ്ചിന് ഉണ്ടാവുമല്ലോ അല്ലേ? വരുമെന്നാ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛനും കൂടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ഏതോ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പുതിയ ഏതോ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പോയതാ. ലഞ്ചിന് മുമ്പ് ഇങ്ങ് എത്തുമായിരിക്കും. നീ എത്തിയ കാര്യം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. ശരി. എന്താ ഗീതാലക്ഷ്മിക്ക് എന്നോടൊന്ന് സംസാരിക്കാനില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം അധികം നഷ്ടമാക്കാതെ പിരിയാൻ തോന്നുന്നു. എന്തു പറയുന്നു? വിപി, പ്ലീസ്, ഇങ്ങനെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാനല്ല വിപി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തിയത്. പറയാനുള്ള കാര്യങ്ങൾ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഇതിലിത്ര കൺഫ്യൂഷന് കാര്യം എന്തിരിക്കുന്നു? ഇതുവരെയുള്ള പ്രോബ്ലംസും കൺഫ്യൂഷനും എല്ലാം പറഞ്ഞു തീർത്ത് സലാം പറഞ്ഞ് പിരിഞ്ഞവരല്ലേ നമ്മൾ. ബാലൻസ് ഷീറ്റിൽ ഞാൻ അവിടുന്ന് മാറി താമസിച്ച ആകെ കുറച്ച് ദിവസങ്ങളുടെ കണക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ പരസ്പരം പറഞ്ഞു തീർക്കാനൊന്നുമില്ലെന്നാ എൻ്റെ വിശ്വാസം. എന്നിട്ടും തൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ കാണാൻ വന്നത് അങ്ങോട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കാനാ. ഗീതാലക്ഷ്മിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അതേക്കുറിച്ച് സംസാരിക്കാന്ന് കരുതി. ബി പിയെ പോലെ കൃത്യതയോടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കാനുള്ള വൈഭവമൊന്നും എനിക്കില്ല. സാരമില്ല, നമ്മളൊരു ഡിബേറ്റിനൊന്നല്ലല്ലോ ഇവിടെ വന്നത്. മാറ്റർ മാത്രം മതി. പറയൂ, എന്താണ് എൻ്റെ മുൻ ഭാര്യയ്ക്ക് പറയാനുള്ളത്? മുൻ ഭാര്യ കൊള്ളാം. ആ പ്രയോഗം എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ എക്സ് മിനിസ്റ്റർ, എക്സ് MLA എന്നൊക്കെ പറയുന്നത് പോലെ കാലാവധി പൂർത്തിയാക്കിയാൽ പിന്നെ അങ്ങനെ ഒരു വിശേഷണമാവാ മുൻ ഭാര്യ. പക്ഷേ ഗീതാലക്ഷ്മിക്ക് ഇപ്പോഴും മുൻ ഭർത്താവെന്ന് VP അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങോട്ട് എത്ര വർഷം കഴിഞ്ഞാലും അതിന് കഴിയുമെന്നും തോന്നുന്നില്ല. അതൊക്കെ തൻ്റെ സൗകര്യം. അതെൻ്റെ കൺസേണേ അല്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞ് തരാനുള്ളതെല്ലാം തന്നു തീർത്ത് ഞാൻ എൻ്റെ കണക്ക് പുസ്തകം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇനി ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച നമ്മുടെ ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, കം ടു ദ പോയിന്റ്. എന്തിനാ ഗീതാലക്ഷ്മി കാണണമെന്ന് പറഞ്ഞ്? വീട്ടിലേക്ക് വന്ന് കയറുന്ന ഒരാളുടെ മുന്നിൽ വാതിലടച്ചുകൊണ്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കും പോലെയാ VPയുടെ ചോദ്യം. ഈ മീറ്റിംഗ് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ VP ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ നമ്മൾ എത്ര സംസാരിച്ചാലും VP നേരത്തെ പറഞ്ഞതുപോലെ സമയനഷ്ടം മാത്രമായിരിക്കും ഫലം. VP ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പിരിയാം.
താങ്ക്സ് ഫോർ കമ്മിങ്. ക്യാഷ് ഞാൻ പേ ചെയ്തോളാം. വേണ്ട, ഞാനാണല്ലോ ഓർഡർ ചെയ്തത്. ഏതായാലും ഗീതാലക്ഷ്മി മെനക്കെട്ട് വന്നതല്ലേ, ആ സ്ഥിതിക്ക് കാര്യമെന്താണെന്ന് പറഞ്ഞിട്ട് പോകുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വെറുതെ കേട്ടിട്ട് പോകുന്നൊരു കാര്യമല്ല വി പി ഇത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് കേൾക്കാനും ഒരു പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള ക്ഷമയും മനസ്സും വി പിക്കുണ്ടെങ്കിൽ മാത്രം നമുക്ക് തുടർന്ന് സംസാരിക്കാം. ശരി, പറഞ്ഞോളൂ. വി പി ഒരിക്കലും അപ്പുനെ അംഗീകരിക്കേണ്ട. മകളായോ മകനായോ കൺസിഡർ ചെയ്യും വേണ്ട. വി പിയുടെ ഒരു തരി സ്വത്ത് പോലും അപ്പുന് കൊടുക്കുകയും വേണ്ട. പക്ഷേ കുറച്ചുനാൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പം ആ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചൂടെ? ഒരു ചെറിയ വിട്ടുവീഴ്ച, അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കും ഗീതാലക്ഷ്മിക്കും ഉണ്ടാവുന്ന പ്രയോജനം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ബി പിക്ക് അങ്ങനെ കാര്യമായ പ്രയോജനമുണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ പ്രസവിച്ച കുഞ്ഞിനെ, ബി പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ നശിച്ച സന്താനത്തിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഇപ്പോ തീർത്തും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. ടു ബി വെരി ഫ്രാങ്ക്, അവള് കാരണമാണ് എനിക്ക് നിങ്ങളെ നഷ്ടമായതെന്ന് അപ്പു കരുതുന്നു. ആ കുറ്റബോധത്തിൽ നിന്നാണ് അപ്പുവിന് വി പിയോട് ഇത്ര പകയും വിദ്വേഷവും ഉണ്ടായത്. വി പിയുടെ ഒളിച്ചോട്ടം അവളുടെ മാനസിക നില കൂടുതൽ വഷളാക്കിയിട്ടേ ഉള്ളൂ. ഒളിച്ചോട്ടോ? ആരൊളിച്ചോടിയെന്ന്? ആരെ പേടിച്ചിട്ട്? ഇത്തിരിയില്ലാത്ത തന്റെ സന്തതിയെ? നല്ല കാര്യായി. അപ്പോ എന്ന വ്യക്തി അവിടെ ഇല്ലാത്തപ്പോ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നുള്ള സത്യം തന്നെയാ. പക്ഷെ അത് തന്റെ മോളെ പേടിച്ചിട്ടൊന്നല്ല. ഇറങ്ങാൻ നേരത്ത് അവളുടെ വക ചീപ്പ് ഡ്രാമ സഹിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. പ്രകടനം വല്ലാണ്ട് അധികമായാൽ നിലയും ബന്ധവും മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലൊന്ന് സ്വയം പേടിച്ചിട്ടാ. ജനിപ്പിച്ചു പോയ കുറ്റത്തിന് ഇനി ഈ പ്രായത്തിൽ ജയിൽവാസം കൂടി അനുഭവിക്കാൻ അഭിമാനം സമ്മതിക്കാഞ്ഞിട്ടാ. പിന്നെ മോളുടെ തകർന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഗീതാലക്ഷ്മി അല്പം മുമ്പ് വളരെ വികാരാധീനയായി സംസാരിച്ചല്ലോ. ആറ്റുനോറ്റ് വളർത്തിയ പെൺതരി ആണായി കോലം കെട്ടാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോ തകർന്നു പോയൊരു അച്ഛന്റെ മനസ്സെന്തേ അമ്മയും മോളും കണ്ടില്ല? മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നതിന് പകരം അമ്മയും കൂടി ചേർന്ന് കള്ളം പറഞ്ഞ് പറ്റിച്ച ഒരു പാവം ഭർത്താവിന്റെ മനസ്സെന്തേ ആരും കാണാതെ പോയി? എന്നിട്ടും കരഞ്ഞും കാല് പിടിച്ചും രണ്ടുപേരോടും മാറി മാറി അപേക്ഷിച്ചതല്ലേ ഞാൻ. അന്നൊന്നും ആരും എന്നോടൊരു ദയം കാണിച്ചില്ലല്ലോ. ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തവനാ ഞാൻ. ഇപ്പോ തന്റെ മോൾ അനുഭവിക്കുന്ന മാനസിക നിലയുടെ 100 ഇരട്ടിയെങ്കിലും അനുഭവിച്ച് തീർത്തവനാ ഞാൻ. അക്ഷരാർത്ഥത്തിൽ ഭ്രാന്തിന്റെ വക്കോളമെത്തി തിരിച്ചു നടന്നവനാ ഞാൻ. എന്റെ കരിയർ, എന്റെ പ്രൊഫഷൻ, സ്റ്റാറ്റസ്, സമ്പാദ്യം, അങ്ങനെ എല്ലാം തനിക്കും തന്റെ മോൾക്കും വേണ്ടി കളഞ്ഞു കുളിച്ച് നിൽക്കുന്നവനാ ഞാൻ. ആ എന്റെ അടുത്ത് ആരുടെയും തകർന്ന മാനസികനിലയെ കുറിച്ച് പറഞ്ഞ് സെന്റിമെന്റ്സിന്റെ കാടിറക്കി വിലവേശാൻ വരരുത്. ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. തകർന്ന് തരിപ്പണമായ ഈ ജീവിതമല്ലാതെ മറ്റൊന്നുമില്ല തരാൻ. ശേഷിക്കുന്ന വളരെ കുറച്ച് നാളുകൾ ഇനിയും ആ ഹോമകുണ്ടത്തിൽ എരിഞ്ഞു തീർക്കാൻ താല്പര്യമില്ല ഗീതാലക്ഷ്മി. അതിനായിട്ട് ആരും ഇനി എന്നെ ക്ഷണിക്കുകയും ചെയ്യരുത്. അത് തന്റെ കൂട്ട് അപേക്ഷയുടെ രൂപത്തിലാണെങ്കിലും തന്റെ മോളുടെ കൂട്ട് ആജ്ഞയുടെ സ്വരത്തിലാണെങ്കിലും
സാധിച്ചു തരാൻ ബി പിക്ക് ബുദ്ധിമുട്ടുണ്ട്.